ഹലോ സുഹൃത്തുക്കളെ, 20 അടി ഹൈറ്റും 30 അടി നീളമുള്ള ഇന്ത്യയിലെ രണ്ടാമത്തെ ഏറ്റവും വലിയ നന്ദികേശ പ്രതിമയാണ് ഈ കാണുന്നത്. അതുമാത്രമല്ല, ഈ പ്രതിമയുടെ മറ്റൊരു പ്രത്യേകത എന്ന് വെച്ചെങ്കിൽ ആഭരണങ്ങൾ ഇത്ര അധികം കൊത്തി പിടിപ്പിച്ചിട്ടുള്ളത്. അതായത് കാരണം ആഭരണങ്ങൾ ഒരുപാട് മാലയും വളകളും മാലയൊക്കെ മരത്ത് കണ്ട ചുറ്റും കൊത്തി വെച്ചിട്ടുള്ള ഒരു ഏക പ്രതിമ എന്ന് വേണമെങ്കിൽ ഇന്ത്യയിൽ തന്നെ ആകെയുള്ള ഒരു പ്രതിമയാണ് ഈ കാണുന്നത്. ഇന്ത്യയിലെ ഏറ്റവും വലിയ നന്ദി പ്രതിമ ഉള്ളത് ശ്രാവണബെലഗോളയിലാണ്. അവിടുത്തെ കഴിഞ്ഞാൽ പിന്നെ ഏറ്റവും വലുപ്പമുള്ളത് ഈ ഒരു പ്രതിമയാണ്. കൂടാതെ ഇതൊരു ഒറ്റക്കല്ലിലാണ് ഉണ്ടാക്കിയിട്ടുള്ളത്. അത് മാത്രമല്ല, അതിൻ്റെ ഈ മാലകളൊക്കെ ആദ്യം അങ്ങനെ കൊത്തി വെച്ചിട്ടുള്ളത് ആദ്യമായിട്ടാണ് നമുക്ക് കാണാൻ പറ്റുന്നത്. ഇത് വേറൊരു പ്രതിമയിലും ഇങ്ങനത്തെ ഒരു നന്ദി പശുവിൻ്റെ ഒരു പ്രതിമയിലും ഇതേ രീതിയിലുള്ള മാലകൾ കൊത്തി വെച്ചിട്ടുള്ളത് നമുക്ക് കാണാൻ പറ്റില്ല. ഇത് നല്ലൊരു ഗാർഡനിലാണ് ഉണ്ടാക്കി വെച്ചിട്ടുള്ളത്. ചുറ്റും പുൽത്തകിടൊക്കെ വെച്ച് പിടിപ്പിച്ചിട്ടുള്ള വളരെ മനോഹരമായിട്ടുള്ള ഒരു ഗാർഡൻ. അത് മാത്രമല്ല, അവിടെ വലിയൊരു കരിങ്കല്ലുകൊണ്ട് വേറെയും കണ്ട കരിങ്കല്ല് പല രീതിയിൽ വെച്ചിട്ട് മനോഹരമായിട്ടുള്ള രീതിയിലൊക്കെ ഒരു സ്കൾപ്ചർ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. അതുമാത്രമല്ല, വലിയൊരു ആലും അതേമാതിരി വളരെ മനോഹരമായിട്ടുള്ള രീതിയിലാണ് ഈ ഒരു ഗാർഡൻ സെറ്റ് ചെയ്തിട്ടുള്ളത്. ഇങ്ങനെയുള്ള ഒരു നന്ദി പശുവിൻ്റെ വിഗ്രഹം അല്ലാച്ചൊരു പ്രതിമ ഒരു ക്ഷേത്രത്തിൻ്റെ മുറ്റത്തോ അല്ലാച്ച ക്ഷേത്രത്തിൻ്റെ ശ്രീകോവിലിന് മുന്നിലായിരിക്കും. പക്ഷേ ഇത് ശരിക്കും പറഞ്ഞാൽ ക്ഷേത്രത്തിനോട് അടുത്താണ്, പക്ഷേ ക്ഷേത്രത്തിൻ്റെ കുറച്ചകലാണ്. ഇത് എവിടെയാണെന്ന് വെച്ചെങ്കിൽ ആന്ധ്രാപ്രദേശിലുള്ള ലേപക്ഷി എന്ന് പറഞ്ഞിട്ടുള്ള ഒരു വീരഭദ്രനാഥ ക്ഷേത്രം ഉണ്ട്. ലേപക്ഷി എന്ന് പറഞ്ഞ ഗ്രാമത്തിൽ ആ ക്ഷേത്രത്തിനോട് ഏകദേശം ഒരു 100-300 മീറ്റർ അകലെയായിട്ടാണ് ഈ ഒരു പ്രതിമ ഉള്ളത്. ശരിക്കും പറഞ്ഞാൽ പ്രത്യക്ഷത്തിൽ ഇതൊരു പാർക്കായിട്ട് തോന്നുന്നു വെച്ചെങ്കിൽ പോലും ഇത് ആ ക്ഷേത്രത്തിൻ്റെ ഭാഗമായിട്ട് തന്നെയാണ് ഈ ഒരു നന്ദി പശുവിൻ്റെ പ്രതിമ ഇവിടെ ഉള്ളത്. എനിക്ക് പറഞ്ഞാൽ ഇതൊരു പാറ നിറഞ്ഞൊരു ഏരിയയിലാണ് ഈ ഒരു ഗ്രൗണ്ടും അല്ലെങ്കിൽ ഗ്രൗണ്ടിനോട് കൂടിയിട്ടുള്ള നന്ദി പശുവൊക്കെ ഉള്ളത്. അതേമാതിരി തന്നെ അതിനോട് ചേർന്നിട്ട് തന്നെ ഒരു കുളം ഉണ്ട് കേട്ടോ. അതും ഈ പാറ കൊത്തി ഉണ്ടാക്കിയിട്ടുള്ള ഒരു കുളമാണ്. അതുകൊണ്ട് തന്നെ അതിൻ്റെ ആ പാറയുടെ സെൻറ്ററിലായിട്ട് തന്നെ വേറൊരു പാറ ഉണ്ട്. എനിക്ക് തോന്നുന്നു ആ പാറയിൽ എന്തോ കൊത്തി ഉണ്ടാക്കാൻ വേണ്ടിയിട്ടാണ് ഒറ്റക്കല്ല് അവിടെ ഇരിക്കുന്നത്. പക്ഷെ അതൊന്നും പൂർത്തീകരിക്കാൻ പറ്റിയിട്ടില്ല എന്ന് തോന്നുന്നു. ഈ പാർക്കിൽ നിന്ന് നോക്കിക്കഴിഞ്ഞാൽ കണ്ട അവിടെ മറ്റൊരു സംഭവം കാണാം. കണ്ട വലിയൊരു പക്ഷി നിൽക്കുന്ന ഒരു സ്ഥലം. ആ പക്ഷിയുടെ അടുത്തേക്കാണ് നമ്മൾ ഇനി അടുത്തത് പോകാൻ പോകുന്നത്. ശരിക്കും പറഞ്ഞാൽ ഈ പാർക്കിൽ നിന്ന്, അതായത് നന്ദി പശു നിൽക്കുന്ന പാർക്കിൽ നിന്ന് ഒരു 100-300 മീറ്റർ കൂടി നടന്നു കഴിഞ്ഞാലാണ് ഈ പക്ഷി നിൽക്കുന്ന ഈ പാറയുടെ മുകളിലേക്ക് പോകാൻ പോകുന്നത്. ഈ സ്ഥലം എവിടെയാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇത് ആന്ധ്രാപ്രദേശിലെ ലേപക്ഷി എന്ന് പറഞ്ഞ ഗ്രാമത്തിലാണ്. ഞാൻ കഴിഞ്ഞൊരു വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു ലേപക്ഷിയിലെ ഒരു വീരഭദ്രസ്വാമി ക്ഷേത്രം. അതൊക്കെ അതിനോട് അടുത്തടുത്ത് കിടക്കുന്ന സ്ഥലമാണ്. ഇത് ബാംഗ്ലൂരിൽ നിന്ന് ഏകദേശം 140 കിലോമീറ്റർ ദൂരെ ഈ ലേപക്ഷി എന്ന് പറഞ്ഞ ഗ്രാമത്തിലേക്ക് ദൂരമുള്ളൂ. ഈ പ്രതിമ ആരുടെയാണെന്ന് മനസ്സിലായത്? ഇതാണ് ജഡായു. നമ്മളെ രാമായണത്തിൽ രാവണൻ്റെ വെട്ടേറ്റ അതേ ജഡായുവിൻ്റെ പ്രതിമയാണ് ഇവിടെ ഉണ്ടാക്കി വെച്ചിട്ടുള്ളത്. വളരെ മനോഹരമായിട്ട് ഒറ്റക്കല്ലിൽ നിൽക്കുന്ന വലിയൊരു ജഡായുവിൻ്റെ പ്രതിമ. ആന്ധ്രാപ്രദേശിൽ ലേപക്ഷി എന്ന് പറഞ്ഞ ഈ സ്ഥലത്തുള്ള ഈ ഒരു സ്ഥലത്തിന് ജഡായു പാറ എന്ന് തന്നെയാണ് ഇവിടെയും പറയുന്നത്. കാരണം വെച്ചാൽ ഇവിടെ ഒരു വലിയ പാറകളാണ്, എവിടെ നോക്കിയാലും പാറകളാണ്. ഈ ഒരു സ്ഥലത്താണ് ജഡായുവിന് വെട്ടേറ്റിട്ട് ജഡായു വീണതെന്നാണ് ഈ നാട്ടിലുള്ള ആൾക്കാരും വിശ്വസിക്കുന്നത്. അതുകൊണ്ട് തന്നെയാണ് ഇവിടെ ജഡായു പാറ എന്ന് പറയുന്നത്. കണ്ടോ അവിടെ എഴുതി വെച്ചിരിക്കുന്നത് ജഡായു കെയർ ഹബ്ബ് എന്നൊക്കെ എഴുതി വെച്ചിട്ടുണ്ട്. ജഡായുപ്പാറ എന്ന് കേൾക്കുമ്പോൾ നമ്മളെ മലയാളികളെ സംബന്ധിച്ച് നമ്മൾ തിരുവനന്തപുരത്തിനടുത്ത് അത് കൊല്ലം ഡിസ്ട്രിക്റ്റിലായിട്ടാണ് ജഡായുപ്പാറ ഉള്ളത്. ആ പാറയുടെ മുകളിൽ തന്നെ ഇപ്പോൾ ഒരു വലിയൊരു ജഡായുവിൻ്റെ രൂപത്തിലുള്ള ഒരു ക്ഷേത്രമൊക്കെ ഉണ്ടാക്കി വെച്ചത് നിങ്ങൾ കണ്ടിട്ടുണ്ടാവും. പലരും അവിടെ പോയിട്ടുണ്ടാവും. അല്ലച്ചെങ്കിൽ നിങ്ങൾ വീഡിയോസും അല്ലച്ചെങ്കിൽ അതിൻ്റെ ഫോട്ടോസൊക്കെ കണ്ടിട്ടുണ്ടാവും. പക്ഷേ അതേമാതിരി തന്നെ ഇവിടെയുള്ള ആൾക്കാർ വിശ്വസിക്കുന്നത് ജഡായുവിന് വെട്ടുകൊണ്ടത് ഇവിടെ നിന്നാണെന്നാണ് പറയപ്പെടുന്നത്. ഈ ജഡായുവിനെ ബന്ധപ്പെട്ടിട്ട് തന്നെ തമിഴ്നാട്ടിൽ മറ്റൊരു സ്ഥലമുണ്ട്. തമിഴ്നാട്ടിൽ നമ്മളെ തഞ്ചാവൂരിനടുത്ത് വിജയരാഘവ പെരുമാൾ ക്ഷേത്രം, അവിടെയാണ് ജഡായുവിൻ്റെ അന്ത്യകർമ്മങ്ങൾ നടത്തപ്പെട്ടതെന്ന് പറയപ്പെടുന്നത് അവിടെ വെച്ചിട്ടാണ്. അവിടെ ജഡായു വീണ ഒരു ജലാശയമുണ്ട്. ആ സ്ഥലത്തിന് ജഡായു തീർത്ഥം എന്നാണ് അറിയപ്പെടുന്നത്. ഇതിൻ്റെ മുകളിലേക്ക് കയറാൻ കുറച്ചൊന്ന് പാടാണ്. കാരണം വെച്ചാൽ ഒരുപാട് പടികൾ കയറി പോകണം. കരിങ്കൽ പടികൾ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. അതിൻ്റെ മുകളിൽ കയറി പോയാലേ ഇതിൻ്റെ മുകളിലെത്താൻ പറ്റുള്ളൂ. ചെറിയൊരു ടിക്കറ്റൊക്കെ മേടിക്കണം. ഇവിടെ 15 രൂപ 20 രൂപ അങ്ങോട്ട് കൊടുത്തൊരു ടിക്കറ്റൊക്കെ എടുത്തിട്ട് വേണം നമുക്ക് ഇതിൻ്റെ മുകളിൽ എത്താൻ. ആന്ധ്രാപ്രദേശിലുള്ള ഈ ഒരു ഗ്രാമത്തിൻ്റെ പേര് തന്നെ ലേപക്ഷി എന്നാണ്. അതിന് ആ പേര് വരാൻ ഒരു കാരണം എന്താണെന്ന് വെച്ചെങ്കിൽ ജഡായുവിന് വെട്ടേറ്റ് വീണ് തളർന്ന് കിടക്കുമ്പോൾ രാമൻ വന്നിട്ട് ലേപക്ഷി, അതായത് എനിക്കു പക്ഷി എന്നാണ് അതിൽ തെലുങ്കിൽ പറയുന്നത്. തെലുങ്കിലിൻ്റെ വേർഡാണ് ലേപക്ഷി, എനിക്കു പക്ഷി എന്നാണ്. ആ ഒരു പേരിലാണ് ലേപക്ഷി എന്ന് ഈ ഒരു ഗ്രാമത്തിന് നാമകരണം ചെയ്യപ്പെട്ടത്. ഈ കാണുന്ന ജഡായുപ്പാറയുടെ മുകളിൽ വന്നു കഴിഞ്ഞ് കഴിഞ്ഞാൽ ഈ ലേപക്ഷി എന്ന് പറഞ്ഞ ഗ്രാമം പൂർണ്ണമായിട്ട് കാണാൻ പറ്റും. കാരണം വിശുദ്ധമായി കിടക്കുകയാണ് ഈ ലേപക്ഷി ഗ്രാമം. കാരണം വെച്ചാൽ ഇവിടെയൊക്കെ ആൾതാമസം വളരെ കുറവാണ്. കണ്ട അധികം കൃഷിയിടങ്ങളും പിന്നെ പാറക്കൂട്ടങ്ങളാണ്, പാറക്കെട്ടുകളാണ് പല സ്ഥലത്തും. അതുകൊണ്ട് തന്നെ അത്ര അധികം ജനങ്ങളില്ല എന്ന് മാത്രമല്ല കൃഷിയും വളരെ കുറവാണ് ഈ ഒരു ഏരിയയിൽ. ഞങ്ങളിനി ടോപ്പിലേക്ക് കയറണുള്ളൂ കേട്ടോ. അത്രയും ഞങ്ങളതിന് ചുറ്റും നടന്ന് കാണാൻ മാത്രമുണ്ട് ഇതിൻ്റെ മുകളിലേക്ക് വന്നു കഴിഞ്ഞാൽ. ഇപ്പോഴാണ് ഞങ്ങൾ ശരിക്കും പറഞ്ഞാൽ ഈ ഒരു പാറയുടെ മുകളിൽ എത്തിയിട്ടുള്ളൂ. ഇവിടെ ചെറിയൊരു ക്ഷേത്രം മാതിരി കാണുന്നുണ്ട്. പക്ഷേ അതിൻ്റെ ഉള്ളിലൊന്നും ഒന്നുമില്ല എന്നാണ് തോന്നുന്നത്.
പിന്നെ ഇതിൻ്റെ മെയിനായിട്ട് അട്രാക്ഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ജടായു തന്നെയാണ്. ഈ ജടായുവിൻ്റെ വലിയൊരു പ്രതിമ തന്നെയാണ് ഇതിൻ്റെ ഏറ്റവും വലിയ അട്രാക്ഷൻ. ആന്ധ്രാപ്രദേശിലുള്ള ഈ ലേപക്ഷി ഗ്രാമത്തിൽ വന്നു കഴിഞ്ഞാൽ ഫസ്റ്റായിട്ട് നിങ്ങൾക്ക് കാണാൻ പറ്റുന്നത് ഏറ്റവും വലുത് നമ്മളെ വീരഭദ്രസ്വാമി ക്ഷേത്രമാണ്. അത് വളരെ മനോഹരമായിട്ടുള്ള ഒരു ക്ഷേത്രം. ഞാൻ ഓൾറെഡി യൂട്യൂബിൽ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്, നിങ്ങൾക്ക് സെർച്ച് ചെയ്താൽ കാണാൻ പറ്റും. അതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വളരെ പഴക്കം ചെന്ന ഒരു ക്ഷേത്രമാണ്. ഏകദേശം ഇവിടുന്ന് ഈ ഒരു ലേപക്ഷിയിലെ ജടായുപ്പാറയിൽ നിന്ന് ഏകദേശം 100-500 മീറ്ററേ വേണ്ടുള്ളൂ. ഈ കാണുന്നതാണ് വീരഭദ്രസ്വാമി ക്ഷേത്രം. ഏകദേശം എന്താ പറയുക, വളരെ പഴക്കം ചെന്ന ഒരു ക്ഷേത്രം, ഒരുപാട് കൊത്തുപണികളോട് കൂടിയിട്ടുള്ള ക്ഷേത്രം. അതായത് വിജയനഗര സാമ്രാജ്യ കാലഘട്ടത്തിൽ പണിതിട്ടുള്ളതാണ് ഈ വീരഭദ്രസ്വാമി ക്ഷേത്രവും അതിൻ്റെ പരിസരങ്ങളൊക്കെ. ഈ ജടായു പ്രതിമയുടെ സമീപത്തായിട്ട് തന്നെ വലിയൊരു ഫുട് പ്രിൻ്റ് കാണുന്നുണ്ട്. ഈ ഫുട് പ്രിൻ്റ് സീതാദേവിയുടെ ഫുട് പ്രിൻ്റ് ആണെന്നും അതല്ല ഹനുമാൻ സ്വാമിയുടെ ഫുട് പ്രിൻ്റ് ആണെന്നും ഉള്ള ഒരു തർക്കം നിലനിൽക്കുന്നുണ്ട്. കൂടാതെ ഇതിൻ്റെ മുകളിൽ നിന്ന് കഴിഞ്ഞാൽ നമ്മളെ ഈ ആന്ധ്രാപ്രദേശിലെ ഈ ലേപക്ഷി എന്ന് പറഞ്ഞാൽ വളരെ ചെറിയൊരു ഗ്രാമം, വളരെ മനോഹരമായിട്ടുള്ള ഈ ഒരു ചെറിയ ഗ്രാമം നമുക്ക് പൂർണ്ണമായിട്ടും തന്നെ കാണാൻ കഴിയുന്നുള്ളതാണ്. അപ്പോൾ ഇതൊക്കെയാണ് ആന്ധ്രാപ്രദേശിലെ ലേപക്ഷി ഗ്രാമവും ലേപക്ഷിയിലെ ജടായുപ്പാറയും നന്ദി പശുവിൻ്റെ ഒക്കെ വിശേഷങ്ങൾ. അപ്പോൾ എൻ്റെ ഈ ഒരു കൊച്ചു വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ട് കാണുമെന്ന് വിശ്വസിക്കുന്നു. കൂടാതെ ഇതുവരെ എൻ്റെ യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ വിട്ടുപോയവരും ആദ്യമായിട്ട് കാണുന്നവരും മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ അടുത്ത ഒരു കൊച്ചു വീഡിയോ ആയിട്ട് നിങ്ങളുടെ മുന്നിൽ വരുന്നത് വരെ നിങ്ങൾക്ക് ഏവർക്കും എൻ്റെ നന്ദി, നമസ്കാരം. ഇതിൽ ഞാൻ പറഞ്ഞിട്ടുള്ളതും അകലെ കാണിച്ചിട്ടുള്ളതുമായിട്ടുള്ള വീരഭദ്രസ്വാമി ക്ഷേത്രത്തിൻ്റെ വീഡിയോ ഞാൻ ഓൾറെഡി അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. ഈ ഒരു വീഡിയോൻ്റെ നേരെ മുന്നിലത്തെ വീഡിയോ ഈ പറഞ്ഞ വീരഭദ്രസ്വാമി ക്ഷേത്രമാണ്. അപ്പോൾ നിങ്ങളത് കണ്ടിട്ടുണ്ടാവും, ചിലവർ അല്ല കണ്ടിട്ടില്ല കാണാൻ ശ്രമിക്കുക. അപ്പോൾ എല്ലാവർക്കും ഒരിക്കൽ കൂടി എൻ്റെ നന്ദി, നമസ്കാരം.